ഹെവൻലി മെലോഡീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഒരു അനുഗ്രഹീത ഗായകനാണ്, ക്ലരീഷ്യൻ സഭാംഗമായ ഫാദർ റോബിൻ മുതുമരത്തിൽ. അച്ഛ, ഏറെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു അച്ഛ. സുഖമാണ് അച്ഛ? സുഖമായിട്ടിരിക്കുന്നു അച്ഛ. ആദ്യം തന്നെ അച്ഛൻ മ്യൂസിക് ചെയ്തൊരു മനോഹരമായിട്ടുള്ളൊരു കുർബാന സ്വീകരണം പാട്ടുണ്ട്, തീക്കട്ട എന്നുള്ള ടൈറ്റിലുണ്ട്. തീക്കട്ട, ആ പാട്ടൊന്ന് പാടി നമുക്ക് എപ്പിസോഡ് ആരംഭിച്ചാലോ? തീർച്ചയായിട്ടും ആ പാട്ട് നമുക്ക് പാടാം. ആ പാട്ട് എഴുതിയത് ഫാദർ വർക്കി മുളയ്ക്കൽ MCBS സഭാംഗമായ അച്ഛനാണ്. അതിൻ്റെ സംഗീതമാണ് ഞാൻ നൽകിയിരിക്കുന്നത്. അത് ഒറിജിനലി പാടിയിരിക്കുന്നത് ടീന മേരി എബ്രഹാം. നന്നായിട്ട് തന്നെ ചേച്ചി ആ പാട്ട് പാടിയിട്ടുണ്ട്. നമുക്കത് കേൾക്കാം അല്ലേ? സാന്നിധ്യമേ, ആനന്ദ സ്നേഹത്തിൻ നാകാരമേ, ആഴിയേക്കാളേറെ ആഴമേറും ദിവ്യകാരുണ്യത്തിൻ തീജ്വാലയേ, അപ്പത്തിനുള്ളിലെ സാന്നിധ്യമേ, ആനന്ദ സ്നേഹത്തിൻ നാകാരമേ, ആഴിയേക്കാളേറെ ആഴമേറും ദിവ്യകാരുണ്യത്തിൻ തീജ്വാലയേ, ആരാധന ആരാധന ആത്മീയ ഭോജ്യമേ, ആരാധന 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 ആത്മീയ ഭോജ്യമേ, ആരാധന. അന്നപ്പത്തിനായി അധ്വാനിക്കും പാണിത്തഴമ്പിലെഴുന്നള്ളുമ്പോൾ, അന്നപ്പത്തിനായി അധ്വാനിക്കും പാണിത്തഴമ്പിലെഴുന്നള്ളുമ്പോൾ, ആയിരം സൂര്യാഗ്നി തേജസ്സോടെ സാന്നിധ്യമേകുവോനാരാധന, ആയിരം സൂര്യാഗ്നി തേജസ്സോടെ സാന്നിധ്യമേകുവോനാരാധന, ആരാധന ആരാധന ആത്മീയ സ്നേഹമേ, ആരാധന 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 ആത്മീയ സ്നേഹമേ, ആരാധന. ബലഹീന
ബലഹീനതയില്ലെന്നും ബലമേകിടാൻ ബലിപീഠമെനിക്കായി ഒരുക്കിയ നീ. ബലഹീനതയില്ലെന്നും ബലമേകിടാൻ ബലിപീഠമെനിക്കായി ഒരുക്കിയ നീ. കനിവായി നിറവായൻ നാവിലലിയാൻ അപ്പമായി തീർന്നവനാരാധന. കനിവായി നിറവായൻ നാവിലലിയാൻ അപ്പമായി തീർന്നവനാരാധന. അപ്പത്തിനുള്ളിലെ സാന്നിധ്യമേ ആനന്ദ സ്നേഹത്തിൻ ആകാരമേ ആഴിയേക്കാളേറെ ആഴമേറും ദിവ്യകാരുണ്യത്തിൻ തേജ്വാലേ. ആരാധന ആരാധന ആത്മീയ ശക്തിയെ ആരാധന 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 ആത്മീയ ശക്തിയെ ആരാധന. നല്ല പാട്ട്, നല്ല ഭംഗിയോടുകൂടി പാട്ട് കേൾക്കാൻ നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് ഈശോയെ സ്വീകരിച്ചതിന് ശേഷം കുർബാന സ്വീകരണം അല്ലേ, സ്വീകരിച്ചതിന് ശേഷം ശാന്തമായിട്ട് പോയിരുന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ടൊരു ഫീലിംഗ് ഉണ്ട്. തീർച്ചയായിട്ടും നല്ല വരികൾ, നല്ല സംഗീതം. ഓർക്കസ്ട്രേഷൻ ആരാ ചെയ്തത്? ഈ പാട്ടിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തത് സ്കറിയ ചേട്ടനാണ്. നന്നായിട്ട് തന്നെ ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. സംഗീതവും നല്ലതാണ്, നല്ല സംഗീതം. താങ്ക് യു. സൂപ്പറായിട്ട് സംഗീതം ഞാൻ തന്നെ കൊടുത്തത്. നമ്മുടെ 5-10 മിനിറ്റത്തെ പരിപാടി. ഈ പാട്ടിനെ പറ്റി പറയുമ്പോൾ ഇത് എഴുതാനുണ്ടായ സാഹചര്യം ഞാൻ പറയാം. കാരണം ഇത് നമ്മുടെ വർക്കിച്ചൻ എന്ന് പറയുന്ന MCBS സഭയിലെ അച്ഛനാണ്. അപ്പോൾ ഞാൻ ശരിക്കും അച്ഛന് 1 വർഷം മുന്നേ എനിക്കൊരു മാതാവിൻ്റെ പാട്ട് തന്നു. അമ്മേ മാതാവേ സ്നേഹസ്വരൂപിണി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ആ 1 വർഷമായിട്ട് പെൻഡിങ്ങിൽ കിടന്നിട്ട് ഞങ്ങൾക്ക് അത് ഇറക്കാൻ പറ്റിയില്ല. അപ്പം അത് പാടിയില്ല, അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തു വെച്ചു, പക്ഷേ പാടിപ്പിച്ചില്ല. കാരണം സാമ്പത്തിക ഞെരുക്കമായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അന്നേരം അതിന് പ്രൊഡ്യൂസർ ഒന്നും കിട്ടാഞ്ഞത് കൊണ്ട് ഞങ്ങൾക്കത്, പിന്നെ കൊറോണ കാലം കൂടെ ആയിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കത് ഇറക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഈ കഴിഞ്ഞ വർഷം ഞാൻ അച്ഛനോട് അച്ഛനെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛാ നമ്മുടെ ആ പാട്ട് ഇറക്കണ്ടേന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുവാണല്ലോ, അപ്പം ഇതെന്താ ഇതിനെ പറ്റിയിട്ട് ഇറക്കാത്തതെന്ന് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അതിനെ നമുക്ക് ഇറക്കിയേക്കാം. അപ്പം ഞാൻ പറഞ്ഞു 1 പാട്ടായിട്ട് ഇറക്കുന്ന നഷ്ടമാണ്, നമ്മൾ 1-2 പാട്ട് ഒരുമിച്ച് ഇറക്കുവാണെങ്കിൽ നമുക്കത് റെക്കോർഡിങ്ങിനും എല്ലാം നമുക്ക് നമ്മളെ സംബന്ധിച്ച് ക്യാഷിൻ്റെ എക്സ്പെൻസ് എല്ലാം കുറഞ്ഞിരിക്കും. അപ്പം അങ്ങനെ ചെയ്യാം. അപ്പം വേറെ പാട്ട് അതിലും അച്ഛൻ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് അച്ഛൻ ഈ പാട്ട് എനിക്ക് തരുന്നത്. നല്ല നല്ല പാട്ട്. ഈ പാട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകിയതിന് ഒത്തിരി നന്ദി. അത് വർക്കിച്ചന് ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയുന്നത്. വിചാരിതമായിട്ടാണ് ഇത് വരുന്നത്. ഇനിയും വർക്കിച്ചൻ ഒരുപാട് പാട്ടുകൾ എഴുതട്ടെ. അച്ഛന് സംഗീതം നൽകി എഴുതി പാടിയ ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ടുണ്ടല്ലോ, കുറച്ച് സ്പീഡ് റിതമൊക്കെ ഒരു ഫാസ്റ്റ് ഒക്കെ ആയിട്ടുള്ള പാട്ട്, ഹിറ്റായൊരു പാട്ടാണ്. അതെ, അത് ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി ഉണ്ടായിരുന്ന ഒരു പാട്ടാണ്. അത് ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ മ്യൂസിക് കൊടുത്ത് പാടിയ ഒരു പാട്ടാണ്. അത് ആ പാട്ടൊന്ന് പാടിയ എൽ ഷദായി എന്നാണ് അതിൻ്റെ ടൈറ്റിൽ പേര്. അത്യുന്നത ദൈവം എന്ന വാക്ക്. ഈ ജീവിതം ഒരു തോൽവിയല്ല, ഈ ജീവിതം ഒരു നഷ്ടവുമല്ല.
ജീവിതം ഒരു തോൽവിയല്ല, ഈ ജീവിതം ഒരു നഷ്ടവുമല്ല, ഈ ജീവിതം ദൈവം തന്നതല്ലേ, ഈ ജീവിതം നിന്റെ ഉദ്ധാനമല്ലേ. നിശ്ചയമാണേ, അത് നിശ്ചയമാണേ, വിജയം നൽകും കർത്താവുള്ളപ്പോൾ. നിശ്ചയമാണേ, അത് നിശ്ചയമാണേ, അത്യുന്നത ദൈവം കൂടെയുള്ളപ്പോൾ. ഈ ജീവിതം ഒരു തോൽവിയല്ല, ഈ ജീവിതം ഒരു നഷ്ടവുമല്ല, ഈ ജീവിതം ദൈവം തന്നതല്ലേ, ഈ ജീവിതം നിന്റെ ഉദ്ധാനമല്ലേ. നിരന്തരം നയിക്കുമവൻ, ജീവിതമരുവിൽ സമൃദ്ധി നൽകും. നിന്നാത്മബലമൊട്ടും ചോർന്നു പോവാതെ നിന്നസ്ഥികളെ അവൻ ബലപ്പെടുത്തും. നിന്നെ നിരന്തരം നയിക്കുമവൻ, ജീവിതമരുവിൽ സമൃദ്ധി നൽകും. നിന്നാത്മബലമൊട്ടും ചോർന്നു പോവാതെ നിന്നസ്ഥികളെ അവൻ ബലപ്പെടുത്തും. നിന്നെ വറ്റാത്ത നീരുറവ പോലെയാക്കിടും, നിന്നെ വറ്റാത്ത നീരുറവ പോലെയാക്കിടും. നിശ്ചയമാണേ, അത് നിശ്ചയമാണേ, വിജയം നൽകും കർത്താവുള്ളപ്പോൾ. നിശ്ചയമാണേ, അത് നിശ്ചയമാണേ, അത്യുന്നത ദൈവം കൂടെയുള്ളപ്പോൾ. സ്വന്തം വഴിയിൽ നടന്നിടാതെ, നിന്റെ താല്പര്യങ്ങൾ മാത്രം അന്വേഷിക്കാതെ, നിന്നെ പൂർണ്ണമായി ദൈവഹിതത്തിലേകൂ. നിന്റെ കർത്താവാം ദൈവം നിന്നെ പരിപാലിക്കും. നിന്റെ സ്വന്തം വഴിയിൽ നടന്നിടാതെ, നിന്റെ താല്പര്യങ്ങൾ മാത്രം അന്വേഷിക്കാതെ, നിന്നെ പൂർണ്ണമായി ദൈവഹിതത്തിലേകൂ. നിന്റെ കർത്താവാം ദൈവം നിന്നെ പരിപാലിക്കും. നീരുറവ പോലെയാക്കിടും, വറ്റാത്ത നീരുറവ പോലെയാക്കിടും. നിശ്ചയമാണേ, അത് നിശ്ചയമാണേ, വിജയം നൽകും കർത്താവുള്ളപ്പോൾ. നിശ്ചയമാണേ, അത് നിശ്ചയമാണേ, അത്യുന്നത
ജീവിതം ഒരു തോൽവിയല്ല, ഈ ജീവിതം ഒരു നഷ്ടവുമല്ല, ഈ ജീവിതം ദൈവം തന്നതല്ലേ, ഈ ജീവിതം നിന്റെ ഉദ്ധാരമല്ലേ. നിശ്ചയമാണേ, അതു നിശ്ചയമാണേ, വിജയം നൽകും കർത്താവുള്ളപ്പോൾ. നിശ്ചയമാണേ, അത് നിശ്ചയമാണേ, അത്യുന്നത ദൈവം കൂടെയുള്ളപ്പോൾ. ഈ ജീവിതം ഒരു തോൽവിയല്ല, ഈ ജീവിതം ഒരു നഷ്ടവുമല്ല, ഈ ജീവിതം ദൈവം തന്നതല്ലേ, ഈ ജീവിതം നിന്റെ ഉദ്ധാനമല്ലേ. എൽ ശദ്ദായ്, എൽ ശദ്ദായ്, അത്യുന്നത ദൈവമേ, അത്യുന്നത ദൈവമേ. എൽ ശദ്ദായ്, എൽ ശദ്ദായ്, അത്യുന്നത ദൈവമേ, അത്യുന്നത ദൈവമേ, അത്യുന്നത ദൈവമേ, അത്യുന്നത ദൈവമേ, അത്യുന്നത ദൈവമേ, അത്യുന്നത ദൈവമേ. അച്ഛാ, അടിപൊളി പാട്ട്, നല്ല ഉണർവുള്ള പാട്ട്. ഇത് നമുക്ക് കൈയടിച്ച് തുള്ളിച്ചാടി പാടാൻ പറ്റുന്നൊരു പാട്ട്. എനിക്ക് തോന്നുന്നു ധ്യാനത്തിലൊക്കെ അവിടെയും ധ്യാന സെൻ്റർ ആണല്ലോ, അതെ അതെ. അച്ഛനൊക്കെ ഉണർവോടുകൂടി പാടുന്ന പാട്ടും ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന പാട്ടുമായിരിക്കും. നന്നായിട്ട് കൈയടിച്ച് പാടാൻ പറ്റിയ നല്ല പാട്ട്, ഒരു ഉണർവുള്ള പാട്ട്, നല്ല വരികൾ, നല്ല സംഗീതം, പ്രത്യേകിച്ച് ഓർക്കസ്ട്രേഷൻ. അതാരാ ചെയ്ത് നല്ല? അത് നമ്മുടെ തിരുവനന്തപുരം കാരൻ ഒരു ചേട്ടൻ ജയകുമാർ, JK എന്ന് പറയും, അദ്ദേഹമാണ് നമ്മുടെ അന്ത്യകാല അഭിഷേകം എന്നുള്ള പാട്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഓർക്കസ്ട്രേഷനാണത്. ഓക്കെ ഓക്കെ, നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. അതെ, നല്ല എന്നോട് പറഞ്ഞ ഒരു 125 ലെയറോളമാണ് ഇതിൻ്റെ ട്രാക്ക്. 2 മാസം എടുത്താണ് ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ അദ്ദേഹം ചെയ്തതല്ലേ? നന്നായിട്ട് ചെയ്തു. അതിൻ്റെ ഒരു എനർജി ഉണ്ട്, നല്ല ഉണർവുള്ള ഒരു നല്ല പവറായിട്ടാണ് ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അച്ഛൻ, നമുക്ക് ഒരു ഗാനം കൂടി, അച്ഛന് സംഗീതം നൽകിയ ഒരു പാട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ സംഗീതം നൽകി, തോമസ് അച്ഛൻ എഴുതിയ ഒരു പാട്ടാണ്. നിങ്ങൾ രണ്ടും ചേരുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകും, ഇതിലും എന്തെങ്കിലും പ്രത്യേകത ഉണ്ട്. ഈ പാട്ടിലെ നമ്മളിപ്പം കഴിഞ്ഞ പാട്ടുകളൊക്കെ ഏകപ്രാസം, ദ്വിതീയ പ്രാസം, ഇത് രണ്ടുമായിരുന്നു മെയിനായിട്ട് വന്നിരുന്നത്. ഇതിനകത്ത് തൃതീയ പ്രാസാക്ഷരമാണ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ അക്ഷരം എല്ലാം ഒന്നാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മൂന്നാമത്തെ തൃതീയ പ്രാസാക്ഷരത്തിലെ അക്ഷരം എന്ന് പറയുന്നത് ഇഞ്ഞായാണ്. എല്ലാ വരികളിലും അല്ലേ? എല്ലാ വരികളിലും മൂന്നാമത്തെ അക്ഷരവും ഇഞ്ഞ വെച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ്. ആ പാട്ട് ദയാമയൻ എന്നാണ് അതിൻ്റെ ആൽബത്തിൻ്റെ പേര്. അച്ഛൻ്റെ രചന സമ്മതിക്കണോ അല്ലേ? നമുക്ക് ആശയം മാത്രമല്ല ഇങ്ങനെ ഒരു പ്രാസത്തിൽ എഴുതുക എന്നുള്ളത്. പിന്നെ അത് ഒരുമാതിരിപ്പെട്ടവർക്ക് പറ്റുന്ന പരിപാടിയല്ല. കാരണം അത് ഇത്രയും വാക്കുകൾ, ഈ മൂന്നാമത്തെ അക്ഷരം ഞാൻ വരത്തക്ക രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഈ ലൈനുകൾ ക്രമീകരിക്കുക എന്ന് പറയുന്നത് അതിനൊരു വലിയ കഴിവാണ്. ഉറപ്പായിട്ടും. ആ പാട്ടൊന്ന് നമുക്ക് പാടിക്കാം. കൊഴിഞ്ഞ പൂമൊട്ടുകൾ കോർത്തു വയ്ക്കും, വിരിഞ്ഞ ദയാസുമം ദൈവമവൻ. ഒഴിഞ്ഞ പൂമൊട്ടുകൾ കോർത്തു വയ്ക്കും, വിരിഞ്ഞ ദയാസുമം ദൈവമവൻ. ഒഴിഞ്ഞ പൂമൊട്ടുകൾ കോർത്തു വയ്ക്കും, വിരിഞ്ഞ ദയാസുമം ദൈവമവൻ. ഉടഞ്ഞ മൺപാത്രങ്ങൾ ചേർത്തു വയ്ക്കും, നിറഞ്ഞ കൃപാകുടം ദൈവമവൻ. ഉടഞ്ഞ മൺപാത്രങ്ങൾ
ചേർത്തു വയ്ക്കും. നിറഞ്ഞ കൃപാകുടം ദൈവമവൻ. ഒഴിഞ്ഞ പൂമുട്ടുകൾ കോർത്തു വയ്ക്കും. വിരിഞ്ഞ ദയാസുമം ദൈവമവൻ. പുകഞ്ഞ കൊള്ളികളാം മനസ്സുകളിൽ തികഞ്ഞ പ്രത്യാശകൾ കൊളുത്തുമവൻ. പുകഞ്ഞ കൊള്ളികളാം മനസ്സുകളിൽ തികഞ്ഞ പ്രത്യാശകൾ കൊളുത്തുമവൻ. ഒലിഞ്ഞ സ്വപ്നങ്ങളും മോഹങ്ങളും തെളിഞ്ഞ ദീപങ്ങളായി മാറ്റുമവൻ. ഒലിഞ്ഞ സ്വപ്നങ്ങളും മോഹങ്ങളും തെളിഞ്ഞ ദീപങ്ങളായി മാറ്റുമവൻ. കവിഞ്ഞ കണ്ണിമകൾ തുടയ്ക്കുമവൻ. കൊഴിഞ്ഞ പൂമുട്ടുകൾ ഓർത്തു വയ്ക്കും. വിരിഞ്ഞ ദയാസുമം ദൈവമവൻ. പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ അടഞ്ഞ വാതിലുകൾ തുറക്കുമവൻ. പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ അടഞ്ഞ വാതിലുകൾ തുറക്കുമവൻ. മുറിഞ്ഞ ബന്ധങ്ങളും സ്നേഹങ്ങളും കരിഞ്ഞ നൽനാളുകൾ നൽകുമവൻ. മുറിഞ്ഞ ബന്ധങ്ങളും സ്നേഹങ്ങളും കരിഞ്ഞ നൽനാളുകൾ നൽകുമവൻ. കഴിഞ്ഞ പിഴവുകൾ പൊറുക്കുമവൻ. സരി സനി സനി പമ ഗമ 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 പമ പനി പനി സനി സരി പമ ഗരിസ ഗരിസ നിസ ഗമ പനിസ. കൊഴിഞ്ഞ പൂമുട്ടുകൾ കോർത്തു വയ്ക്കും. വിരിഞ്ഞ ദയാസുമം ദൈവമവൻ. ഉടഞ്ഞ മൺപാത്രങ്ങൾ ചേർത്തു വയ്ക്കും. നിറഞ്ഞ കൃപാകുടം ദൈവമവൻ. ഒഴിഞ്ഞ പൂമുട്ടുകൾ ഓർത്തു വയ്ക്കും. വിരിഞ്ഞ ദയാസുമം ദൈവമവൻ. നല്ല അസാധ്യമായിട്ട് പാടി. താങ്ക് യു അച്ഛാ. നല്ല ഭംഗിയുണ്ട് കേൾക്കാനും ഒക്കെ. നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. നല്ല വരികളും സംഗീതവും ഓർക്കസ്ട്രേഷൻ ആരാണ് ഈ പാട്ടിൻ്റെ? ചെറിയ ചേട്ടൻ തന്നെ അല്ലേ? നല്ല കഴിവുള്ളൊരു ചേട്ടൻ അല്ലേ? പാട്ട് പാടിയത് ഒരു ഹിന്ദു കുട്ടിയാണ്. ഹിന്ദു കുട്ടിയാണ്. ഇത് പാടിയത് ആദ്യമായിട്ട്. അശ്വതി എന്നാണ് അവിടെ പേര്. ആ കുട്ടി ഇപ്പൊ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു കൺഗ്രാജുലേഷൻ. തീർച്ചയായും.
കാരണം ഒരു സിസ്റ്റർ വഴിയാണ് എനിക്ക് ഈ കുട്ടിയെ പരിചയമുണ്ട്. അനിമരിയ എന്ന് പറയുന്നൊരു സിസ്റ്റർ. ഈ പാട്ട് കേട്ടായിരുന്നു നല്ലപോലെ മോള് അല്ലേ? ആദ്യമായിട്ട് സ്റ്റുഡിയോ വന്ന പാടി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ലായിരുന്നു. അശ്വതി മോള് കാണുന്നുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിക്കട്ടെ, ഒരുപാട് പാട്ടുകൾ മോൾക്ക് കിട്ടട്ടെ, നല്ലൊരു ഉന്നതത്തിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയും ചെയ്യാം നമുക്ക്. അപ്പോൾ അച്ഛാ ഒത്തിരി നന്ദി. ഇനിയും അനേകം പാട്ടുകൾ, ഒരുപാട് പാട്ടുകളും എഴുതുവാനും അതുപോലെ സംഗീതം ചെയ്യുവാനും പാടുവാനും സാധിക്കട്ടെ ഞങ്ങൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ പേരിലും ഞാൻ എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഒത്തിരി നന്ദി അച്ഛാ. അച്ഛൻ്റെ സാന്നിധ്യം ഈ ഒരു എപ്പിസോഡ് വളരെ അനുഗ്രഹപ്രദമാക്കി മാറ്റുവാനായിട്ട് സാധിച്ചു. ഒത്തിരി നന്ദി അച്ഛാ. വിൻലച്ചാ, തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ഒരു രക്ഷിതാവാണല്ലേ, നമ്മുടെ അപ്പായാണ്. അപ്പോൾ ആ അപ്പായിക്ക് ഒരു ഗാനം ആലപിച്ചുകൊണ്ട്, അപ്പായിക്ക് വേണ്ടി അല്ലേ, അപ്പം നമ്മുടെ അപ്പനാണെന്നുള്ള ഒരു ഓർമ്മയെ പുതുക്കിക്കൊണ്ട് നമുക്കൊരു ഗാനം വിൻലച്ചൻ ആലപിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും. രക്ഷിതാവിനെ കാണുക ഭാവി എല്ലാവർക്കും. നല്ലൊരു ഗാനമാണ് അച്ഛാ. ഈ പാട്ട് പാടിയത് ചിക്കു കുര്യാക്കോസ് എന്ന് പറയുന്ന ബ്രദറാണ്. ഈ പാട്ട് പാടുമ്പോഴും തൊണ്ടയിൽ ക്യാൻസർ വെച്ചുകൊണ്ടാണ് ഈ പാട്ട് പാടിയത്. അതിനുശേഷം അധികം നാൾ അദ്ദേഹം ജീവിച്ചില്ല. പക്ഷെ എല്ലാവരും മനസ്സിൽ അദ്ദേഹമുണ്ട്, പ്രത്യേകിച്ച് ഈ പാട്ടിലൂടെ. അപ്പോൾ ഈ പാട്ട് പാടുമ്പോൾ എനിക്കും സന്തോഷമാണ്, കാരണം അദ്ദേഹത്തെ ഓർക്കുവാനും അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുകയും കൂടി ചെയ്യുകയാണ്. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കാൽവരി മലമേൽ നോക്കൂ നീ, കാൽവരി മലമേൽ നോക്കൂ നീ. മനോഹരവച്ച, ഞാൻ ലയിച്ചിരുന്നു പോയി അതിനകത്ത്. മനോഹരമായൊരു ഗാനം, രക്ഷിതാവിനെ കണ്ടു. ശരിക്കും നമ്മൾ ആ ഒരു അല്ലേ പാവാവസ്ഥയിൽ ഇരുന്നിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോഴുള്ള ഒരു പ്രാർത്ഥനയാണ് അല്ലേ. അദ്ദേഹം ആ പാട്ട് പാടിയത് ഒരു അസുഖം വെച്ചൊക്കെ പാടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാവുന്ന, അതെ, മരിക്കൂ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം, ഏതാനും നാളുകൂടി ഉള്ളൂന്ന്. എന്നിട്ടും ആ രക്ഷകനെ വിളിച്ചുള്ള പ്രാർത്ഥനയാണ് ഈ പാട്ട്. ഇത് ഞാൻ കരഞ്ഞിട്ടുണ്ട് ഈ പാട്ട് പാടുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴൊക്കെ. ഞാൻ മിക്കപ്പോഴും റൂമിലൊക്കെ ഇരുന്ന് ഈശോയെ കൂടുതൽ അറിയാനും സ്നേഹിക്കാനൊക്കെ ഈ പാട്ട് ഞാൻ വയ്ക്കും. നല്ലൊരു ഫീലിംഗ് ഉള്ള ഒരു അഭിഷേകമുള്ള ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കരഞ്ഞു പോകും. അതെ അതെ. കാരണം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു സഹോദരൻ ഇത് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഈ പാട്ട് പാടി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൂടെ പോയ ഫീലിംഗ് എന്തായിരിക്കും? ഞാൻ എന്തായാലും മരിക്കാൻ പോവാം അല്ലേ, ഞാൻ എന്തായാലും മരിക്കാൻ പോവാം. അപ്പോൾ എൻ്റെ ദൈവത്തിനോട് ചേർന്ന് നിന്ന് അല്ലേ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ ഒന്ന് ഉള്ളിലൊരു ആനന്ദമുണ്ട്. പിന്നെ ഇത് നമ്മളെപ്പോലുള്ളവർ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു അവസ്ഥയൊക്കെ കേട്ട് ഈ സഹോദരൻ ഇങ്ങനെ പാടുമ്പോൾ നമുക്കൊരു എന്താ പറയുക, കരഞ്ഞു പോകും. അതെ അതെ, പ്രത്യേകതരം ഫീലിംഗ് ആയിരിക്കും. ഹെവൻലി മെലഡീസിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ പാട്ടുകളുമായിട്ടും വിശേഷങ്ങളുമായിട്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. തള്ളുക നിന്റെ പാപമെല്ലാം, കള്ളമേതും നിനക്കേണ്ട നിന്നുള്ളിൽ നീ, കള്ളമേതും നിനക്കേണ്ട നിന്നുള്ളിൽ നീ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ
ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ